Once again, welcome back to my YouTube channel. ഇന്നും നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് മലയാളം സെൻറ്റൻസസ് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നാണ് നോക്കുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫസ്റ്റ് സെൻറ്റൻസ് ഇതാണ്. അത് അത്രയ്ക്ക് പ്രയാസമാണോ എന്ന് ചോദിക്കണം. നമുക്കറിയാം അത് ആണ് എന്നുള്ള രീതിയിൽ പറയണമെങ്കിൽ ഇറ്റ് ഈസ് എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ അതാണോ എന്ന് ചോദിക്കണമെങ്കിൽ ഈസ് ഫ്രണ്ടിലോട്ടാക്കണം. സോ ഈസ് ഇറ്റ് എന്ന് ചോദിച്ചാൽ അതാണോ എന്നുള്ള അർത്ഥം വരും. അത്രയ്ക്ക് പ്രയാസം, അതെങ്ങനെ പറയും? പ്രയാസം എന്ന് പറയാൻ ഡിഫിക്കൾട്ട് അല്ലെങ്കിൽ ഹാർഡ് എന്നൊക്കെ പറയാം. അപ്പോൾ ഈസ് ഇറ്റ് ദാറ്റ് ഹാർഡ് എന്ന് ചോദിച്ചാൽ അത് അത്രയ്ക്ക് പ്രയാസമാണോ, അല്ലെങ്കിൽ ഈസ് ഇറ്റ് ദാറ്റ് ഡിഫിക്കൾട്ട് അത് അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ളതാണോ എന്നുള്ള അർത്ഥം വരും. ഈസ് ഇറ്റ് ദാറ്റ് ഹാർഡ്. ഇനി നമുക്കിങ്ങനെ ചോദിക്കണം, നീ എന്തുകൊണ്ടാണ് സമയം പാഴാക്കുന്നത്? എന്തുകൊണ്ട് എന്ന് ചോദിക്കാൻ വൈ എന്നാണ്. സമയം പാഴാക്കുക എന്ന് പറയുന്നത് വേസ്റ്റ് ടൈം എന്നാണ്. സോ നീ എന്തുകൊണ്ടാണ് സമയം പാഴാക്കുന്നത്? വൈ ആർ യു വേസ്റ്റിംഗ് ടൈം? വൈ ആർ യു വേസ്റ്റിംഗ് ടൈം? നീ എന്തുകൊണ്ടാണ് സമയം പാഴാക്കുന്നത്? ഇനി എനിക്ക് ചെയ്യാൻ ഒന്നുമില്ല എന്ന് പറയണം. എനിക്കുണ്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഐ ഹാവ്. സോ എനിക്കില്ല എന്ന് പറയേണ്ടപ്പം ഡോണ്ട് കൂടെ ചേർക്കുക. ഐ ഡോണ്ട് ഹാവ് എന്ന് പറഞ്ഞാൽ എനിക്കില്ല എന്നുള്ള അർത്ഥം വരും. ചെയ്യാനൊന്നുമില്ല, അതെങ്ങനെ പറയും? എനിത്തിങ് ടു ഡു. സോ ഐ ഡോണ്ട് ഹാവ് എനിത്തിങ് ടു ഡു എന്ന് പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ ഒന്നുമില്ല. ഐ ഡോണ്ട് ഹാവ് എനിത്തിങ് ടു ഡു. ഇനി നിനക്ക് ഒരു പണിയുമില്ലേ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കേണ്ടത് ഡു യു ഹാവ് എന്നാണ്. അപ്പോൾ ഇല്ലേ എന്നർത്ഥം വരണമെങ്കിൽ ഡോണ്ട് യു ഹാവ് എന്ന് വരും. പണി അല്ലെങ്കിൽ ജോലി എന്നൊക്കെ പറയാൻ വർക്ക് എന്ന് പറയാം. സോ ഡോണ്ട് യു ഹാവ് എനി വർക്ക് എന്ന് ചോദിച്ചാൽ നിനക്ക് പണിയൊന്നുമില്ലേ എന്നാണ് മീനിങ്. ഡോണ്ട് യു ഹാവ് എനി വർക്ക്. ഇനി നീ കുറഞ്ഞത് ശ്രമിക്കുമെങ്കിലും ചെയ്യില്ലേ എന്ന് ചോദിക്കണം. ശ്രമിക്കുമെങ്കിലും ചെയ്യുക എന്നെങ്ങനെയാണ് പറയുന്നത്? അറ്റ്ലീസ്റ്റ് ട്രൈ. അറ്റ്ലീസ്റ്റ് ട്രൈ. ചെയ്യില്ലേ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ഇത് ഫ്യൂച്ചർ ടെൻസ് ആണല്ലേ, നെഗറ്റീവാണ്. വില്ലിൻ്റെ കൂടെ നോട്ടോട് ചേർക്കുമ്പോൾ വോണ്ട് വരും. സോ വോണ്ട് യു അറ്റ്ലീസ്റ്റ് ട്രൈ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ശ്രമിക്കുമെങ്കിലും ചെയ്യില്ലേ എന്നുള്ള അർത്ഥമാണ്. വോണ്ട് യു അറ്റ്ലീസ്റ്റ് ട്രൈ. ഇനി അടുത്തത്, എനിക്കിന്ന് ജോലിക്ക് പോകാൻ തോന്നുന്നില്ല എന്ന് പറയണം. സോ നമുക്കറിയാം എനിക്ക് തോന്നുന്നില്ല എന്ന് പറയേണ്ടപ്പം ഐ ഡോണ്ട് ഫീൽ ലൈക്ക് എന്നാണ് പറയേണ്ടത്. ഐ ഡോണ്ട് ഫീൽ ലൈക്ക്. ഇത് കഴിഞ്ഞ് വരുന്ന വേർബ് എപ്പോഴും ING ചേർത്താണ് പറയേണ്ടത്. സോ ഇവിടെ പോവുക എന്നാണ്. പോവുക എന്നുള്ളത് ഗോ ആണ്. അതിൻ്റെ കൂടെ ING ചേർക്കുമ്പോൾ ഗോയിങ്. ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഗോയിങ്. ഇനി ജോലിക്ക് എന്ന് പറയാം ടു വർക്ക്. ഇന്ന് എന്ന് പറയാം ടുഡേ. ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഗോയിങ് ടു വർക്ക് ടുഡേ. ഇനി അടുത്തത്, ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച വന്നു എന്ന് പറയണം. വരിക എന്ന് പറയുന്നത് കമ്മാണ്. വന്നു എന്ന് പറയേണ്ടപ്പം അതിൻ്റെ പാസ്റ്റ് ടെൻസ് കെയിം വരും. സോ ഞാൻ വന്നു, ഐ കെയിം. കഴിഞ്ഞ ഞായറാഴ്ച എന്നെങ്ങനെ പറയും? ലാസ്റ്റ് സൺഡേ. സോ ഇവിടെ ലാസ്റ്റ് സൺഡേക്ക് മുമ്പ് ഓൺ എന്ന പ്രപ്പോസിഷൻ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഐ കെയിം ലാസ്റ്റ് സൺഡേ എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച വന്നു എന്നാണ് മീനിങ്. ഇനി അടുത്ത സെൻറ്റൻസ്, നീ അവളോട് പറഞ്ഞില്ലേ. ഇത് പാസ്റ്റ് ടെൻസ് ആണ്, അതേപോലെ നെഗറ്റീവുമാണ്. നമുക്കറിയാം നീ അവളോട് പറഞ്ഞോ എന്നെങ്ങനെയാണ് ചോദിക്കുന്നത്? ഡിഡ് യു ടെൽ ഹർ. ഇവിടെ നീ അവളോട് പറഞ്ഞില്ലേ എന്നാണ് ചോദിക്കേണ്ടത്. അപ്പോൾ ഡിഡിൻ്റെ നോട്ടോട് വരുമ്പോൾ ഡിഡിൻറ്റ്. ഡിഡിൻറ്റ് യു ടെൽ ഹർ. നീ അവളോട് പറഞ്ഞില്ലേ, ഡിഡിൻറ്റ് യു ടെൽ ഹർ. ഇനി എന്തുകൊണ്ട് നീ അവളോട് പറഞ്ഞില്ല എന്ന് ചോദിക്കണമെങ്കിലോ അവിടെ എന്തുകൊണ്ട് എന്ന് പറയാൻ വൈ ആണല്ലേ. സോ വൈ ഡിഡിൻറ്റ് യു ടെൽ ഹർ എന്ന് ചോദിച്ചാൽ നീ എന്തുകൊണ്ട് അവളോട് പറഞ്ഞില്ല എന്നാണ്. വൈ ഡിഡിൻറ്റ് യു ടെൽ ഹർ. ഇനി അടുത്തത്, മറ്റുള്ളവരെന്ത് ചിന്തിക്കുമെന്ന് ഞാൻ കാര്യമാക്കുന്നില്ല, അല്ലെങ്കിൽ അതെനിക്കൊരു പ്രശ്നമേ ഇല്ല എന്നുള്ള രീതിയിൽ പറയത്തില്ലേ. അതെങ്ങനെ പറയും? ഞാൻ കാര്യമാക്കുന്നില്ല എന്ന് പറയണമെങ്കിൽ ഐ ഡോണ്ട് കെയർ എന്ന് പറയാം. ഐ ഡോണ്ട് കെയർ. മറ്റുള്ളവരെന്ത് ചിന്തിക്കുന്നു അതെങ്ങനെ പറയും? വാട്ട് അതേഴ്സ് തിങ്ക്. അതേഴ്സ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെന്നാണ്. തിങ്ക് എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക. സോ മറ്റുള്ളവരെന്ത് ചിന്തിക്കുന്നു എന്ന് പറയാനാണ് വാട്ട് അതേഴ്സ് തിങ്ക്. സോ ഐ ഡോണ്ട് കെയർ വാട്ട് അതേഴ്സ് തിങ്ക്. അതായത് മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്നത് എനിക്കൊരു പ്രശ്നമല്ല എന്നുള്ളതാണ് മീനിങ്. ഇനി അടുത്തത്, നീ എനിക്ക് വേണ്ടി അത് വാങ്ങിക്കുമോ എന്ന് ചോദിക്കണം.
അതെങ്ങനെ ചോദിക്കും? സോ നീ അത് വാങ്ങിക്കുമോ എന്നെങ്ങനെയാണ് ചോദിക്കുന്നത്? വാങ്ങുക എന്ന് പറയുന്നത് ബൈ എന്നാണ്. സോ വിൽ യു ബൈ ഇറ്റ് എന്ന് ചോദിച്ചാൽ നീ അത് വാങ്ങിക്കുമോ എന്നാണ്. എനിക്ക് വേണ്ടി എന്നെങ്ങനെ പറയും? ഫോർ മീ. സോ വിൽ യു ബൈ ഇറ്റ് ഫോർ മീ എന്ന് ചോദിച്ചാൽ നീ എനിക്ക് വേണ്ടി അത് വാങ്ങിക്കുമോ? ഇനി അടുത്തത്, ഞാൻ എൻ്റെ ജോലി ഉപേക്ഷിക്കുകയാണ്. ഉപേക്ഷിക്കുക എന്നെങ്ങനെയാണ് പറയുന്നത്? ക്വിറ്റ്. സോ ഞാൻ ജോലി ഉപേക്ഷിക്കുകയാണ്. അപ്പോൾ ഐ ആം ക്വിറ്റിംഗ് മൈ ജോബ്. ഐ ആം ക്വിറ്റിംഗ് മൈ ജോബ്. അതായത് ഞാൻ എൻ്റെ ജോലി ഉപേക്ഷിക്കുകയാണ്. ഇനി അടുത്ത സെൻറ്റൻസ്, എനിക്ക് കൃത്യസമയത്ത് ശമ്പളം ലഭിക്കാറില്ല അല്ലെങ്കിൽ കിട്ടാറില്ല എന്ന് പറയണം. ഇത് ജനറലായിട്ടുള്ള ഒരു കാര്യമാണല്ലേ. അതുകൊണ്ട് തന്നെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ കിട്ടാറില്ല നെഗറ്റീവാണ്, അതുകൊണ്ട് ഡോണ്ട് ആണ് യൂസ് ചെയ്യേണ്ടത്. ഇനി ശമ്പളം ലഭിക്കുക എന്നങ്ങനെയാണ് പറയുന്നത്? ഗെറ്റ് പെയ്ഡ്. സോ ഐ ഡോണ്ട് ഗെറ്റ് പെയ്ഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് ശമ്പളം ലഭിക്കാറില്ല എന്നാണ് അർത്ഥം. ഇനി കൃത്യസമയത്ത് എന്നെങ്ങനെയാണ് പറയുന്നത്? ഓൺ ടൈം. സോ ഐ ഡോണ്ട് ഗെറ്റ് പെയ്ഡ് ഓൺ ടൈം എന്ന് പറഞ്ഞാൽ എനിക്ക് കൃത്യസമയത്ത് ശമ്പളം ലഭിക്കാറില്ല എന്നുള്ളതാണ് മീനിങ്. ഐ ഡോണ്ട് ഗെറ്റ് പെയ്ഡ് ഓൺ ടൈം. ഇനി അടുത്തത്, എനിക്ക് ആളുകളോട് സംസാരിക്കാൻ ഇഷ്ടമാണ്. അതെങ്ങനെ പറയും? സംസാരിക്കുക എന്ന് പറയുന്നത് ടോക്ക് എന്നാണ്. സോ എനിക്കിഷ്ടമാണ് എന്നെങ്ങനെയാണ് പറയുന്നത്? ഐ ലൈക്ക്. സോ ഐ ലൈക്ക് കഴിഞ്ഞ് വേർബിൻ്റെ കൂടെ ING ചേർത്ത് വേണം പറയാൻ. സോ ഐ ലൈക്ക് ടോക്കിംഗ് ടു പീപ്പിൾ. ഐ ലൈക്ക് ടോക്കിംഗ് ടു പീപ്പിൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ആളുകളോട് സംസാരിക്കാൻ ഇഷ്ടമാണ്. ഇനി അടുത്തത്, നീ എപ്പോൾ എൻ്റെ പണം തിരികെ നൽകും? തിരികെ നൽകുക എന്ന് പറയുന്നത് എങ്ങനെയാണ്? റിട്ടേൺ. എപ്പോൾ എന്ന് ചോദിക്കാൻ വെൻ. സോ നീ എപ്പോൾ എൻ്റെ പണം തിരികെ നൽകും? അതെങ്ങനെ പറയും? ഇത് ഭാവിയിലെ കാര്യമാണ്. വിൽ എന്ന ഓക്സിലറി വെർബാണ് യൂസ് ചെയ്യേണ്ടത്. വെൻ വിൽ യു റിട്ടേൺ മൈ മണി? വെൻ വിൽ യു റിട്ടേൺ മൈ മണി? ഇനി അടുത്ത സെൻറ്റൻസ്, നീ അതൊരു 1000 തവണ ഇതിനോടകം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയണം. അതെങ്ങനെ പറയും? ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് അല്ലേ. അപ്പോൾ ഹാവിൻ്റെ കൂടെ V3 ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. കാരണം സബ്ജക്റ്റ് യു ആണ്. സോ നീ പറഞ്ഞിട്ടുണ്ട്. യു ഹാവ് സെഡ്. ഒരു 1000 തവണ എന്നെങ്ങനെ പറയും? 1000 ടൈംസ്. ഇതിനോടകം എന്ന് പറയാൻ ഓൾറെഡി. സോ യു ഹാവ് സെഡ് ദാറ്റ് 1000 ടൈംസ് ഓൾറെഡി എന്ന് പറഞ്ഞാൽ നീ ഇതൊരു 1000 തവണ ഇതിനോടകം പറഞ്ഞിട്ടുണ്ട് എന്നാണ്. യു ഹാവ് സെഡ് ദാറ്റ് 1000 ടൈംസ് ഓൾറെഡി. ഇനി അടുത്ത സെൻറ്റൻസ്, ഞാൻ നേരത്തെ എണീക്കുന്ന ഒരാളാണ് എന്ന് പറയണം. അതായത് രാവിലെ നേരത്തെ എണീക്കുന്ന ആൾ. അതെങ്ങനെ പറയും? നേരത്തെ എണീക്കുന്ന ആളുകൾക്ക് ഏർലി റൈസർ എന്നാണ് പറയുന്നത്. സോ ഐ ആം ആൻ ഏർലി റൈസർ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ എണീക്കുന്ന ഒരാളാണ് എന്നാണ് അർത്ഥം. ഐ ആം ആൻ ഏർലി റൈസർ. ഇനി ഇപ്പം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പം ഇരിക്കാൻ സീറ്റ് നോക്കുമ്പം ഇവിടെ ആളുണ്ടോ എന്ന് ചോദിക്കാറില്ലേ? അതെങ്ങനെയാണ് ചോദിക്കുന്നത്? അതായത് ഈ സീറ്റിൽ ആളുണ്ടോ? ഈസ് ദിസ് സീറ്റ് ടേക്കൺ? ഈസ് ദിസ് സീറ്റ് ടേക്കൺ. അതായത് ഇവിടെ ആളുണ്ടോ എന്നുള്ള അർത്ഥമാണ്. ഇനി ഇവിടെ ആളുണ്ട് എന്നെങ്ങനെ പറയും? ദിസ് സീറ്റ് ഈസ് ടേക്കൺ. ദിസ് സീറ്റ് ഈസ് ടേക്കൺ. അതായത് ഈ സീറ്റിൽ ആളുണ്ട് എന്നാണ് അർത്ഥം. ദിസ് സീറ്റ് ഈസ് ടേക്കൺ. ഇനി അടുത്തത്, നിങ്ങൾ ഇന്നലെ രാത്രി ഉണർന്നിരുന്നു. അതായത് രാത്രി കുറേ നേരം വൈകി ഉറങ്ങാതിരിക്കുക എന്ന് പറയത്തില്ലേ? അതെങ്ങനെ ചോദിക്കും? നിങ്ങൾ ഇന്നലെ രാത്രി ഉറങ്ങാതിരുന്നോ? ഇവിടെ പാസ്റ്റ് ടെൻസ് ആണ്. സോ ഡിഡ് യു. നീ എന്തെങ്കിലും ചെയ്തോ എന്നുള്ള അർത്ഥം വരും. ഡിഡ് യു. ഉറങ്ങാതെ ഇരിക്കുക അല്ലെങ്കിൽ ഉണർന്നിരിക്കുക എന്നെങ്ങനെയാണ് പറയുന്നത്? സ്റ്റേ അപ്പ്. സ്റ്റേ അപ്പ്. ഇന്നലെ രാത്രി എന്ന് പറയാൻ ലാസ്റ്റ് നൈറ്റ്. ഡിഡ് യു സ്റ്റേ അപ്പ് ലാസ്റ്റ് നൈറ്റ് എന്ന് ചോദിച്ചാൽ നീ ഇന്നലെ രാത്രി ഉണർന്നിരുന്നോ, കുറേ നേരം വൈകി ഉറങ്ങാതിരുന്നോ എന്നുള്ള അർത്ഥമാണ്. ഇനി അടുത്തത്, ഞാൻ എൻ്റെ താക്കോലുകൾ വീട്ടിൽ വെച്ച് മറന്നു എന്ന് പറയണം. സോ എന്തെങ്കിലും ഒരു കാര്യം മറക്കുക എന്ന് പറയാൻ നമുക്കറിയാം ഫൊഗറ്റ് ആണ് അല്ലേ. പക്ഷേ ഒരു സ്ഥലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഇവിടെ വീട്ടിൽ വെച്ച് മറന്നു എന്നല്ലേ, ഒരിക്കലും നമ്മൾ ഫോർഗെറ്റ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യരുത്. അവിടെ ലീവ് എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യേണ്ടത്. സോ ഞാൻ മറന്നു. ലീവിൻ്റെ പാസ്റ്റ് ടെൻസ് ലെഫ്റ്റ് വരും. സോ ഐ ലെഫ്റ്റ് എന്ത്? എൻ്റെ താക്കോലുകൾ, മൈ കീസ്.
ഐ ലെഫ്റ്റ് മൈ കീസ്, വീട്ടിലെന്ന് പറയാൻ അറ്റ് ഹോം. ഐ ലെഫ്റ്റ് മൈ കീസ് അറ്റ് ഹോം. ഞാൻ എൻ്റെ താക്കോലുകൾ വീട്ടിൽ വെച്ച് മറന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ ഫോണ് കാറിനകത്ത് വെച്ച് മറന്നു എന്നെങ്ങനെ പറയുമെന്നൊന്ന് കോമൻറ്റ് ചെയ്യുക. ഇനി അടുത്തത്, അത് ഇപ്പോഴും തീർന്നില്ലേ എന്ന് ചോദിക്കണം. അത് തീർന്നോ എന്ന് ചോദിക്കുന്നത് എങ്ങനെയാണ്? ഇസ് ഇറ്റ് ഓവർ? അത് തീർന്നോ? ഇസ് ഇറ്റ് ഓവർ? ഇനി അത് തീർന്നില്ലേ അതെങ്ങനെ ചോദിക്കും? ഇസ് ഇറ്റ് നോട്ട് ഓവർ? ഇസ് ഇറ്റ് നോട്ട് ഓവർ? ഇനി അത് ഇപ്പോഴും തീർന്നില്ലേ എന്നാണ്, അപ്പോൾ സ്റ്റിൽ കൂടി വരും. ഈസ് ഇറ്റ് സ്റ്റിൽ നോട്ട് ഓവർ? ഈസ് ഇറ്റ് സ്റ്റിൽ നോട്ട് ഓവർ? അതായത് അതിപ്പോഴും തീർന്നില്ലേ. ഇനി അടുത്തത്, അതാണ് ഞാൻ ചിന്തിക്കുന്നത് എന്ന് പറയണം. അതെങ്ങനെ പറയും? അതാണ് എന്ന് പറയാൻ ദാറ്റ്സ് വാട്ട് എന്ന് പറയാം. ദാറ്റ്സ് വാട്ട്, ദാറ്റ് ഈസ് വാട്ട്, അതായത് അതാണ് എന്നുള്ള അർത്ഥമാണ്. ഞാൻ ചിന്തിക്കുന്നത് എന്നെങ്ങനെ പറയും? ഐ ആം തിങ്കിങ് അബൌട്ട്. ഐ ആം തിങ്കിങ് അബൌട്ട്. ദാറ്റ്സ് വാട്ട് ഐ ആം തിങ്കിങ് അബൌട്ട്. അതാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇനി അടുത്തത്, ഞാൻ ചോദിച്ചിട്ട് നിന്നോട് പറയാം. അതെങ്ങനെ പറയും? ഞാൻ ചോദിക്കാം എന്ന് പറയുന്നത് ഐ വിൽ ആസ്ക്. ആൻഡ് നിന്നോട് പറയാം, ടെൽ യു. ഐ വിൽ ആസ്ക് ആൻഡ് ടെൽ യു. അതായത് ഞാൻ ചോദിച്ചിട്ട് നിന്നോട് പറയാം. ഐ വിൽ ആസ്ക് ആൻഡ് ടെൽ യു. ഇനി അടുത്തത്, ഞാൻ എന്തുകൊണ്ടത് പറയണം എന്ന് ചോദിക്കണം. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്ന് പറയണമെങ്കിൽ അവിടെ ഷുഡ് യൂസ് ചെയ്യണം. സോ എന്തുകൊണ്ട് ചെയ്യണം? വൈ ഷുഡ്. ഞാൻ എന്ന് പറയാൻ ഐ. വൈ ഷുഡ് ഐ? നിന്നോട് പറയുക. അതെങ്ങനെ പറയും? ടെൽ യു. വൈ ഷുഡ് ഐ ടെൽ യു? ഞാൻ എന്തിന് നിന്നോട് പറയണം? ഇനി എനിക്കതറിയാൻ അവകാശമുണ്ട്. അതെങ്ങനെ പറയും? അവകാശം എന്ന് പറയുന്നത് റൈറ്റ് എന്നാണ്. സോ ഐ ഹാവ് ദ റൈറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് അവകാശമുണ്ട് എന്നാണ്. അതറിയാൻ എന്ന് പറയാൻ ടു നോ. ഐ ഹാവ് ദ റൈറ്റ് ടു നോ. എനിക്കറിയാൻ അവകാശമുണ്ട്. ഇനി അടുത്തത്, ഞാൻ ഇപ്പോൾ തിരക്കിലാണ് എന്ന് പറയണം. ഇപ്പോൾ എന്ന് പറയുന്നത് കറൻലി എന്ന് പറയാം. സോ ഐ ആം കറൻലി ബിസി എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ തിരക്കിലാണ്. ഐ ആം കറൻലി ബിസി. ഇപ്പോൾ എന്ന് പറയാൻ റൈറ്റ് നൗ എന്നും പറയാം. സോ ഐ ആം ബിസി റൈറ്റ് നൗ എന്ന് പറഞ്ഞാലും ഞാൻ ഇപ്പോൾ തിരക്കിലാണ് എന്നാണ് മീനിങ്. അപ്പോൾ ഞാൻ പിന്നെ വരാം എന്ന് പറയണം. അതെങ്ങനെ പറയും? പിന്നെ എന്ന് പറയാൻ ലേറ്റർ. ഞാൻ പിന്നെ വരാം. ഐ വിൽ കം ലേറ്റർ. അപ്പോൾ എന്ന് പറയാൻ ദെൻ. ഐ വിൽ കം ലേറ്റർ ദെൻ. അപ്പോൾ ഞാൻ പിന്നീട് വരാം എന്നാണ് മീനിങ്. ഐ വിൽ കം ലേറ്റർ ദെൻ. ഇനി അടുത്തത്, ഞാൻ പുതിയ വീട്ടിലേക്ക് താമസം മാറുകയാണ് എന്ന് പറയണം. താമസം മാറുകയാണ് എന്ന് പറയാൻ മൂവ് എന്ന് പറയാം. സോ ഞാൻ താമസം മാറുകയാണ്. ഐ ആം മൂവിങ്. പുതിയ ഒരു വീട്ടിലേക്ക് എന്ന് പറയാൻ ടു എ ന്യൂ ഹൗസ്. ഐ ആം മൂവിങ് ടു എ ന്യൂ ഹൗസ്. ഇനി അടുത്ത സെൻറ്റൻസ്, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്, പക്ഷേ അതാരോടും പറയരുത്. ഇതെങ്ങനെ പറയും? എനിക്ക് നിന്നോട് ചിലത് പറയാനുണ്ട്. ഐ വോണ്ട് ടു അല്ലെങ്കിൽ ഐ നീഡ് ടു എന്ന് പറയാം. ഐ നീഡ് ടു ടെൽ യു സംതിങ്. അതായത് എനിക്ക് നിന്നോട് ചിലത് പറയാനുണ്ട് എന്നാണ്. ഇനി പക്ഷേ അതാരോടും പറയരുത്. പക്ഷേ എന്ന് പറയാൻ ബട്ട്, അരുത് എന്ന് പറയേണ്ടപ്പം ഡോണ്ട് ആണ് യൂസ് ചെയ്യേണ്ടത്. ഇനി ആരോടും പറയരുത്. അതെങ്ങനെ പറയും? ടെൽ ഇറ്റ് ടു എനിവൺ ബട്ട് ഡോണ്ട് ടെൽ ഇറ്റ് ടു എനിവൺ. ഇനി അടുത്ത സെൻറ്റൻസ്, നീ എവിടെയെങ്കിലും പോവുകയാണോ എന്ന് ചോദിക്കണം. നീ പോവുകയാണോ? ഇത് ഇപ്പം നടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത് അല്ലേ? അതുകൊണ്ട് തന്നെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ വേണം ചോദിക്കാൻ. സോ നീ പോവുകയാണോ എന്ന് ചോദിക്കാൻ ആർ യു ഗോയിങ്? എവിടെയെങ്കിലും എന്ന് ചോദിക്കുന്നത് സംവെയർ. ആർ യു ഗോയിങ് സംവെയർ? നീ എവിടെയെങ്കിലും പോവുകയാണോ? ഞാൻ എൻ്റെ സുഹൃത്തിനെ കാണാൻ പോവുകയാണ് എന്നെങ്ങനെ പറയും? ഞാൻ പോവുകയാണ്. ഐ ആം ഗോയിങ്. എന്തിനാ? സുഹൃത്തിനെ കാണാൻ. ടു മീറ്റ് മൈ ഫ്രണ്ട്. ഐ ആം ഗോയിങ് ടു മീറ്റ് മൈ ഫ്രണ്ട്. ഇനി അടുത്ത സെൻറ്റൻസ്, സമയമാകുമ്പോൾ എല്ലാം ശരിയാകും. അതെങ്ങനെ പറയും? സമയമാകുമ്പോൾ എന്ന് പറയുന്നത് വെൻ ദ ടൈം കംസ് എന്നാണ്. വെൻ ദ ടൈം കംസ്, സമയമാകുമ്പോൾ എല്ലാം ശരിയാകും. അതെങ്ങനെ പറയും? എവറിത്തിങ് വിൽ ബി ഓൾ റൈറ്റ്. സോ സമയമാകുമ്പോൾ എല്ലാം ശരിയാകും. എങ്ങനെ പറയും?
എവറിത്തിങ് വിൽ ബി ഓൾ റൈറ്റ് വെൻ ദ ടൈം കംസ്. സോ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസസ് ആണ് നമ്മൾ ഇന്ന് കണ്ടത്. സോ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്.